അമ്മ ചേട്ടൻ്റെ കൂടെ പഠിച്ച ചേട്ടൻ്റെ കൂടെ വീട്ടിൽ വന്നേക്കാം. ഇല്ലില്ല, കുറച്ച് കഴിഞ്ഞാൽ വരും. കുറച്ച് കഴിഞ്ഞാൽ പോണെന്ന് പറയണ്ടായി, അറിയില്ല. എനിക്കറിയത്തൊന്നുമില്ല. ചേച്ചി ബാംഗ്ലൂരല്ലേ? താൻ പോയില്ലേ ഇതുവരെ? ഞാൻ നിന്നെ കൊണ്ട് പൂള് പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം. നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? എന്നെ കാണാൻ നല്ല സുന്ദരനല്ലേ, പഠിപ്പില്ലേ, വിദ്യാഭ്യാസം ഇല്ലേ, നല്ല റിച്ച് അല്ലേ, പിന്നെന്താ വേണ്ടേ? തനിക്കെല്ലാം കൂടിപ്പോയതിന്റെ പ്രശ്നം. തനിക്ക് നാണമില്ല, ഇത്ര വിവരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എന്തിനീ പുറകെ നടക്കുന്നേ? അത്ര ഇഷ്ടമല്ലേ എനിക്ക്. ഞാൻ വല്ലതും വിളിച്ചോ, ഞാൻ ചേട്ടനെ അങ്ങ് വിളിച്ചോണ്ട് വരും കേട്ടോ. ചേട്ടനൊന്നും വേണ്ട, എനിക്ക് നിന്നെ മതി. എടോ താൻ പൊട്ടനാണോ? തന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം. എന്നിട്ട് ഞാൻ വരുന്നില്ലേ? അപ്പൊ മനസ്സിലാക്കി കൂടെ? അതാണ് ട്രൂ ലവ്. എന്റെ ചേട്ടൻ ഇതുവല്ല അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ പറയല്ലേ. ഞാൻ പോവാ. ഇനി ഇവിടെ കിടന്ന് എന്നെ അന്വേഷിച്ച് നടക്കാൻ നിൽക്കണ്ട. സത്യമായിട്ട് താൻ എന്നെ അന്വേഷിച്ചു ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കേ. പറയണം, എന്നിട്ട് നമ്മളെ വേഗം ഒന്നിപ്പിക്കാൻ പറ. താടിക്ക് പണിയൊന്നുമില്ല, മനുഷ്യ കുറച്ചു സംസാരിക്കാച്ചാലും. എനിക്കെന്ത് വിഷടാ? ഞാൻ തീറ്റയും കൂടി കിടപ്പൊക്കെ അമ്പലത്തില്. അമ്പലത്തിലോ? അവിടെ ആഹാരമൊക്കെ ഉണ്ട്, തന്നദാനമൊക്കെ ഉണ്ടല്ലേ? ഇല്ല, ഞാൻ അവിടെ ഉണ്ട്. ബാക്കിയുള്ള സമയമൊക്കെ ഞാൻ പുറത്തുനിന്നാ. അമ്മമാരും ഉണ്ടാവും. ഇതും കൊള്ളാം കേട്ടോ. നല്ല ഇത് എവിടുന്നത്? നീ ഉണ്ടാക്കിയാണോ? അല്ല, അവിടെ നിന്ന് മേടിച്ച, ഹോട്ടലിൽ നിന്ന് മേടിച്ച. ഇത് നല്ല രസമുണ്ട് കേട്ടോ, അല്ലേ? പിന്നെ ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താ? എന്താണ് അടുത്ത പ്ലാൻ? നീ പറ. അവളുടെ അനുസരിച്ച് അവക്ക് അനിയത്തിക്ക് എല്ലാം വിട്ടു കൊടുത്തേക്കോ? അമ്മ വരും വീട്ടില്. വൈകിട്ട് അമ്മ വരും, അതിന്റെ മുമ്പ് ചെല്ലണം. അല്ലെങ്കിൽ ചെല്ലണം. ചാറുകൊണ്ട് എന്നെ പിടിച്ചല്ലേ? അച്ചാറുണ്ടായതെങ്കിൽ ഇവന്റെ അമ്മ പണ്ട് മറ്റേ ഇടിയിറച്ചി അച്ചാറിട്ടോണ്ട് വരും. അയ്യോ, സ്കൂളിലും കോളേജിലും കൊണ്ടുവരും. എന്റെ പൊന്നോ, നീ കഴിച്ചിട്ടില്ലല്ലേ? ചമ്മന്തിപ്പൊടി ആകെ മാരക സാധനമായിരുന്നു. അമ്മ അവിടെ ശരിക്കും മടുത്തു. ആടാ, അത് ഇവിടൊക്കെ ഇറങ്ങി നടന്നൊക്കെ ശീലിച്ച ആളുകളൊക്കെ ഗൾഫിലോട്ട് പോയി ഫ്ലാറ്റും ജോലിയും മാത്രം നോക്കിയല്ലോ. കുറച്ച് സീനാ, അതാ പ്രശ്നം. എന്തോ അച്ഛനവിടെ വിടാൻ സമ്മതിക്കത്തില്ല. ദുബായ്, ഗൾഫിൽ നിന്ന് അവിടെ തന്നെ സ്ഥിരം. ശമ്പളം വേണ്ടേ? നീ പണിക്ക് പോകും, അപ്പൊ ഇങ്ങ് വരും. എല്ലാം കൂടെ കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ. നല്ല ചോറും സാമ്പാറും കേട്ടോ. തോരൻ തീർന്നു, അച്ചാറും ഉണ്ടായിരുന്നെങ്കിൽ ബാവു. നീ കഴിക്കടി, ചുരണ്ടിക്കൊണ്ടിരിക്കാതെ. കഴിക്കുവോ? തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ ഞാൻ കുറച്ച് ചോറ് തരായിരുന്നു. മോശമായി പോയി. എന്തൊരു സൗണ്ട് കേൾക്കുന്നേ? കുതിരയാ? തനിക്കിത് എന്തിന്റെ കേടാണോ? എന്നാലും കുറച്ച് ചോറ് തരായിരുന്നില്ലേ? ഒരു പാവം വിശന്നിരിക്കില്ലായിരുന്നു? താൻ എന്തിനാ അവിടെ വന്ന് കൂക്കരി കാണിക്കാൻ നിക്കുന്നേ? അവിടെ എന്റെ ചേട്ടന് ഫ്രണ്ട് ഇരിക്കുന്നുണ്ടോ? താൻ എന്തിനാ അവിടെയൊക്കെ വന്ന് നിക്കുന്നത്? തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ പോവാൻ. എനിക്കറിയാം, എനിക്കൊക്കെ എന്നെ ഇഷ്ടാന്നുള്ളത്. എടോ, ഞാൻ എപ്പോഴാണോ തന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ളേ? പറയണ്ട. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ചേട്ടന്മാരോട് പറഞ്ഞു കൊടുക്കില്ല, എന്നെ കാണിച്ചു കൊടുക്കില്ല. ഇല്ലല്ലോ. താൻ ശരിക്കും പൊട്ടനല്ലേ? അവിടെ അവർ രണ്ടുപേരും ഇരിക്കുമ്പോ താൻ ഇങ്ങനെ വന്ന് നോക്കുമ്പോ അത് എനിക്കൂടെ പ്രശ്നം. എനിക്ക് തന്നെ ഇഷ്ടമായിട്ടല്ല, തനിക്ക് നല്ല തല്ല് കിട്ടും അവന്മാരേന്ന്. തല്ലിക്കോ, ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? ആണ് ആണ്, പറഞ്ഞൂടെ? പറ. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചെങ്കിലും ബുദ്ധിനെയും മന്ദബുദ്ധിനെങ്കിലും വിളിക്കായിരുന്നു. ഇത് അതും വിളിക്കാൻ പറ്റും. കുഴപ്പമില്ല. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മേലാക്കാം എന്നെ അന്വേഷിച്ചു വരാൻ. ഞാൻ പോകുന്നിടത്തൊക്കെ എന്തിനാ വരുന്നേ? അങ്ങനെ വരാൻ തോന്നുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇനി താൻ എന്റെ അടുത്ത് നിൽക്കല്ലേ? നോക്കട്ടെ. സത്യമായിട്ട് ഞാൻ പറയാം, ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഉറപ്പാണോ? പോടോ. ശരിക്കും പറയോ? താ പോടോ. പറയണേ. നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂടി. നിക്കി. എന്നാലും അവിടെ പോയി താറട അവിടെ വരെ വന്നതാ. അവിടെ കണ്ടതാ. നിങ്ങൾ വള്ളി കയറി വന്ന്. അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. മിസ്സായി കളഞ്ഞല്ല. നീ അതടാ, ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ, ഞാൻ ഇവിടെ അടുത്തുള്ള ഞാൻ രണ്ടുപേരും ഫോളോ ചെയ്ത് വന്നതാ. എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കാണാനില്ല. ആരെ? ഇവരെ കണ്ടിട്ടോ? ഇവരെ നിനക്ക് എങ്ങനെ അറിയാം? ചേട്ടാ, ഈ പുള്ളിയില്ലേ, എന്റെ അമ്മാവന്റെ മകളെ കെട്ടിയത് ഈ പുള്ളിയാ.
ഈ പുള്ളിയുടെ അപ്പുറത്ത് നിൽക്കണതാണ് ഈ പുള്ളിയുടെ അനിയ. അവൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവൾക്ക് വേണ്ടി എത്ര സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ സെറ്റാക്കി, എൻ്റെ കസിനോട് പറഞ്ഞ സെറ്റാക്കി, ലണ്ടനിലെ ഫ്ലാറ്റ് വരെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനമ്മയൊക്കെ എന്നെ ചെയ്യുന്നു. അച്ഛൻ അവിടെ വലിയൊരു ബിസിനസ് നടത്താണ്. അമ്മ ഇപ്പം എൻ്റെ കൂടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അമ്മ ബിസിനസ്സിന് ഒരു പാർട്ട്ണറായിട്ട് ഇങ്ങനെ പോകുന്നു. നിനക്ക് ജോലിയും കൂലിയും എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ അവിടുത്തെ മെയിൻ മാനേജർ. ഞാൻ അവിടെ ഈ പുള്ളിക്ക് ജോലിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞതാ. പക്ഷെ പുള്ളിക്ക് ചെറിയ പുച്ഛം. ഇവനെനിക്കറിയാം. അറിയാം. എൻ്റെ ആടാ, ഞാൻ കണ്ടുപിടിച്ചുതരാം. ആണോ? ഞാൻ കണ്ടുപിടിച്ചുതരാം. ഓക്കെ. ഹലോ. ഹലോ. ആ എവിടെയാ? ബാംഗ്ലൂര്. മാംഗ്ലൂരോ? ബാംഗ്ലൂര്. ബാംഗ്ലൂര്. എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷം? എന്താ നീ വരുന്നേ? നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, കള്ളൊന്നും കുടിച്ചില്ല. എന്തേ അങ്ങനെ തോന്നി? സത്യം പറ, നീ കള്ളു കുടിച്ചില്ലേ? ഇല്ലില്ല, ഇവിടെ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അപ്പം അവൻ നാടൻ കൊള്ളവിടെ കൊണ്ടുവച്ച് ഞാൻ കുടിച്ചില്ല. കൊള്ളത്തില്ല, പോരാ സാധനം. അപ്പൊ കുടിച്ചു. പിന്നെ എന്നാ എത്ര ദിവസം എടുക്കും? 3-4 ദിവസം എടുക്കും നീ വരെ? എനിക്ക് ഇഷ്ടമുള്ളപ്പം വരും. നീ ആരാ ചോദിക്കും? അതല്ല, നീ ഇങ്ങോട്ട് വാ. അവിടെ നല്ല രസമാണ്. അവിടെ ഗ്രാമീണ ഭംഗിയും നെൽപ്പാടവും വയലും പിന്നെ അവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ട്. നമുക്കത് എത്തിയാടി കുളിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് നിന്നോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. നീ കള്ളു കുടിക്കില്ല എന്ന് വാക്കുന്നല്ലേ? പക്ഷെ എന്താ നീ പറഞ്ഞു? നീ വാ, അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലായി. ഇവിടെ വന്നാൽ നീ 2 അടിക്കും. അടിപൊളിയല്ലേ ഇവിടെ? നീ വെച്ചിട്ട് പോ. ബാ, നീ വരുമ്പോ കാണാം കേട്ടോ. ഓക്കെ, ബായ്. വേണ്ടായിരുന്നു. നിഖിലേ, ഇതൊക്കെ ഇതാരാ നോക്കി? അളിയാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ അന്വേഷിച്ചു വന്നു. എന്തിന്? അല്ല ഞാനേ, ഇവരെന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വരുന്നേ? അറിയാൻ പാടില്ല. അല്ല തന്നെ എന്നോട് പറഞ്ഞിരുന്നു അളിയനെ ശ്രദ്ധിക്കണം എന്ന്. അളിയനെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവളില്ലാത്തതുകൊണ്ട് ഒരു കണ്ണ് അളിയന്റെ മേത്ത് വേണമെന്ന്. എന്നെ നീ ശ്രദ്ധിക്കാനോ? അത് ഞാൻ ചോദിക്കണല്ലോ. ഇവനെയൊക്കെയാണോ എന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട്? അല്ല, അളിയ വെള്ളടിക്കണം നോക്ക്, ശ്രദ്ധിക്കണം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല വേണ്ട, എന്തിനാ വിളിച്ചു നോക്കുന്നത്? അളിയ ഞാന് അല്ല, ഇവള് നീ എന്നെ ശ്രദ്ധിക്കാൻ വന്നെന്ന് പറഞ്ഞാ നീ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല ഞാൻ നിക്കിനെ കാണാൻ വന്നത്. അളിയ ഏത് നിക്കിനെ? ഏത് നിക്കിനെ? അളിയന്റെ അനിയത്തി നിക്കിനെ, അവളെ കാണാൻ വേണ്ടി വന്നത്. അവളെ എന്തിനാണ് നീ അവളെ കാണുന്നേ? അളിയനറിയില്ല ഞാൻ അവളെ നന്നായിട്ട് നീക്കുണ്ടെന്ന്. എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നീ വരരുതെന്ന്. അങ്ങനെ പറയല അളിയ. എടാ, അവിടെ എന്നെ കൊണ്ട് തന്നെ മടുത്തിരിക്കും. അവള് കൊച്ചു വെച്ചല്ലേ, നിനക്ക് ആ ബോധമെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയല. അവള് ഇനി വളരൂലോ, ഞാൻ വെയിറ്റ് ചെയ്യാ. വളരാനോ? വളരൂലേ? ഇത് ഓരോരോ കാരണങ്ങളും കൊണ്ട് ഇത് എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. അല്ല, എവിടുന്ന് കിട്ടിയടാ ഇതിനൊക്കെ നിനക്ക്? പഠിക്കുന്ന ചോദിച്ചോ? അല്ല അളിയ, അളിയനറിയാലോ എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന്. ഞാൻ അവളെ കൊണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ? ഇല്ല. നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? എന്തെങ്കിലും അറിയാവോ? ഇതൊക്കെ അറിയാതാണോ ഒരു കൊച്ചിനെ? എടാ, വല്ല ഇത് എത്ര 10, 19 വയസ്സ് 20 വയസ്സേ ഉള്ളടാ കൊച്ചിന്. 20 വയസ്സാ? അതിന് അലുവേതാ ഉലുവേതാന്ന് അറിയാത്ത പ്രായത്തില് അവനെ കെട്ടണമെന്ന്. നിനക്കെന്ത് മാങ്ങ അറിയാന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് ആ വിവരങ്ങളും ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, രണ്ടാൾക്ക് ഒരുമിച്ച് പഠിക്കാലോ. ഒരുമിച്ച് വേണ്ടേ? വിളിച്ചോണ്ട് പോടേ ഇതിനേക്ക്. നിങ്ങൾ നാട്ടുകാരല്ല? നാട്ടുകാരോ? അവളെ കിട്ടിയാൽ ഇതുപോലെ ഒരെണ്ണത്തിനെ കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ. ഇല്ല, എന്തായാലും അളിയാൻ പറഞ്ഞല്ലേ, ഞാൻ നോക്കുന്നില്ല നിക്കിനെ. അളിയനെ എനിക്ക് വലുത്. ഞാൻ അവളെ കാണു പോലുമില്ല, സംസാരിക്ക പോലുമില്ല. അളിയനാണ് എന്റെ. അതായിരിക്കും നിനക്ക് നല്ലത്. അതെ, ഞാൻ കാണില്ല അളിയ. നീ കാണാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരില്ല. വരരുത്. ദൈവത്തെ ഓർത്ത്. ഇല്ല, വരില്ല. പോട്ടെ. ഞാൻ ശല്യം ചെയ്യില്ല അവളെ, ഉറപ്പാ. ഓക്കെ അളിയ. നന്ദി, നമസ്കാരം. അല്ല ചേട്ടാ, ശരി. ഇത് അവിടെ വരൂടാ. ഇവൻ ആരാന്നറിയാം? ഇവൻ എന്റെ ഭാര്യയുടെ കസിന്. ഇവൻ പറയുന്ന ഇവന് അമേരിക്കയിൽ വലിയ ബിസിനസ് കമ്പനി ഫാക്ടറി ഒക്കെ ഉണ്ടെന്ന്. അവൻ UK. അത് അവിടെ നിന്നും പോയി. UK ആണെന്നോ അമേരിക്ക ആണെന്നോ എനിക്കറിയത്തില്ല. അവളെ കെട്ടണമെന്ന് പറഞ്ഞതുപോലെ നടക്കുക. അതിനെയൊക്കെ നിന്റെ കയ്യിൽ തന്നെ കറക്റ്റായിട്ട് വന്നല്ലോ. എന്നോട് വന്ന് ചോദിച്ചു ഇയാളെ അറിയുമെന്ന്. ഞാൻ പറഞ്ഞ അറിയാന്ന് പറഞ്ഞു കുട്ടിക്കൊണ്ടു. എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചേട്ടന് ഇതൊക്കെ അറിഞ്ഞ പ്രശ്നമാവുന്നുള്ള കാര്യം. പറഞ്ഞാലും മനസ്സിലാവില്ല. അതിന് ഞാൻ കൂടാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാൾ എന്തൊക്കെ വായ തോന്നിയ പറഞ്ഞു. ഞാൻ ഇതീ കൂടെ വിട്ടത് ഇതീ കൂടെ വിട്ടു. എനിക്കത്രേ ഉള്ളൂ. എന്തായാലും നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ നിക്കി. എടോ, തനിക്ക് വിവരമില്ലേ? തൻ്റെ അടുത്ത് എത്ര വട്ടമായി ഞാൻ പറയണു. താനൊന്നേ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ എൻ്റെ ചേട്ടനെ മേടിച്ചിട്ട് അടങ്ങി. അങ്ങനെ പോലെ സത്യമായിട്ട് ഞാൻ പറയാം, ഇനി താൻ എന്റെ പുറകെ വന്ന ഞാൻ ചേച്ചിയുടെ അടുത്തും പറഞ്ഞു. ഞാൻ എല്ലാരും ഞാൻ അറിയിക്കും. ഇനി എന്നെ ശല്യം ചെയ്യരുത്. ഉറപ്പാ? പറയോ? പറയും. പറയണേ. പൊടും. നീ കുറച്ച് പറഞ്ഞാൽ മതി.